Hello friends, welcome to Rani's Kitchen. ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത്. ഒരു നാടൻ കൂട്ടുകറി, സദ്യയ്ക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഐറ്റമാണ് കൂട്ടുകറി. ഇതിന്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 250 ഗ്രാം കടല കുതിർത്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് ഇതിനകത്ത് ഈ കുക്കറിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പും, 1/2 സ്പൂൺ. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കടല വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. കടല നമ്മൾ കുക്കറിൽ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചേന കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ചേന കുറച്ച് വേവുള്ളതെന്ന് തോന്നുന്നു. 250 ഗ്രാം ചേനയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 250 ഗ്രാം കടല, അതുപോലെ തന്നെ 250 ഗ്രാം വാഴയ്ക്ക, ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിക്കാം. പച്ചക്ക നേന്ത്രക്കായാണ് ഇത്. ഇങ്ങനെ ചെറുതായിട്ട് ചേനയും വാഴയ്ക്കയും എല്ലാം ഇങ്ങനെ കടലയുടെ അതേ വലിപ്പത്തിൽ തന്നെ നുറുക്കിയെടുക്കുക. അത് നമ്മൾ വാഴയ്ക്കയ്ക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് നമ്മൾ കുക്കറി വേവിക്കുന്നില്ല. സാധാ ഒരു വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചാൽ മതി. ഇത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിടുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമ്മൾ അരമുറി തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു പകുതി തേങ്ങ നമ്മൾ വറുത്ത് ഇതിനകത്ത് ചേർക്കും, കറി ചേർക്കും. ബാക്കി പകുതി തേങ്ങ ഈ ചെറിയുള്ളി, 1 സ്പൂൺ ജീരകം, ഒരു 4-5 ചെറിയുള്ളിയും 1 സ്പൂൺ ജീരകം എടുത്തിട്ടുണ്ട്. ആ പകുതി തേങ്ങ അതും കൂടെ ചേർത്ത് നമ്മൾ ഒതുക്കിയെടുത്തിട്ട് ഈ കറി ചേർക്കും. പകുതി നമ്മൾ വറുത്ത് ചേർക്കും. നോൺ സ്റ്റിക്ക് തവ വെച്ചിട്ട് തീ കത്തിച്ചു. ഇനി അത് നമുക്ക് കുറച്ചൊരു 3-4 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് കടുക് വറുത്ത് വെളുത്തുള്ളിയും ഉള്ളിയും വേപ്പിലയും എല്ലാം കൂടെ വറുത്ത് അതിനകത്ത് ആണ് ഈ കറി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇതിനകത്ത് ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത്. ഇത് മറ്റ് എരിവുകളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, കുരുമുളക് പൊടിയാണ് ഇതിന് എരിവിന് ചേർക്കുന്നത്. ഈ കടല ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. വേവിച്ച് വെച്ചിരിക്കുന്ന കടലയാണ്. കടല നമ്മൾ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കും. അതുപോലെ തന്നെ വേവിച്ച വാഴയ്ക്ക ഇതിനകത്ത് ചേർക്കുവാണ്. വാഴയ്ക്കയും ചേനയും കൂടെ രണ്ടായിട്ട് വേവിച്ച്, ചേനയ്ക്ക് കുറച്ച് വേവുള്ളത് കൊണ്ടാണ്. വാഴയ്ക്കയുടെ അത്രയും പാവയ്ക്കയ്ക്ക് വേവ് കുറവല്ലേ, അതുകൊണ്ടാണ് ചേന വേറെ വേവിച്ചത്. ചേനയും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ, ജീരകവും ചെറിയുള്ളിയും കൂടെ കൂട്ടി നമ്മൾ ഒതുക്കി വെച്ചതായിരുന്നു, അതിനകത്ത് ചേർത്ത് കൊടുത്തു. അതുപോലെ തന്നെ പകുതി തേങ്ങ ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അധികം വറുത്ത് മൂപ്പിച്ച് കളഞ്ഞില്ല. മൂപ്പിച്ച് കഴിഞ്ഞാൽ അത് ഒരു ചുവ വ്യത്യാസം വരും, ടേസ്റ്റ് മാറ്റം വരും. അതുകൊണ്ട് അധികം മൂപ്പിക്കാതെയാണ് വറുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടെ നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക.
നമ്മുടെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന 2-3 ഐറ്റം വെച്ചിട്ടുള്ള കറിയാണ്. കടലയും ചേനയും വാഴയ്ക്കയും മാത്രമേ ഉള്ളൂ. അതുപോലെ മറ്റു മസാലകളൊന്നും ചേർക്കുന്നില്ല. അതിനകത്ത് കുറച്ച് തേങ്ങയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു ഐറ്റമാണ് കൂട്ടുകറി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.